അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കണ്ണേറ് സത്യമാണ് അല്ലേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, അൽ ഐനു ഹഖുൻ, കണ്ണേറ് സത്യമാണ് എന്ന്. എന്നാൽ കണ്ണേറിനെ പരിഹസിക്കുന്ന ചില ആളുകളുണ്ട്. കണ്ണേറല്ല മൂക്കേറ് എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവര് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലും പരിഹസിക്കുന്നവരാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് പോവുകയല്ല. അങ്ങനെ കണ്ണേറ് സംഭവിച്ചാൽ നമ്മുടെ ശരീരം പല കാര്യങ്ങളും കാണിക്കും. അതായത് ശരീരത്തിന് തളർച്ചയുണ്ടാകും, രോഗം പിടിപെടും, നമുക്കൊരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതാകും, ജോലിക്ക് പോകാൻ പറ്റാതാകും, അതുപോലെ തന്നെ തലക്ക് കനം വരും, തലവേദന ഉണ്ടാകും. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ശരീരം പ്രകടിപ്പിക്കും. അതുപോലെ തന്നെ ചെറിയ കുട്ടികളാണെങ്കിൽ അധികവും കണ്ണേറ് തട്ടുന്നുണ്ടാവുക ചെറിയ കുട്ടികൾക്കാണ്. ചെറിയ കുട്ടികളാണെങ്കിൽ ഒരേ കരച്ചിലായിരിക്കും. അതുപോലെ ഭക്ഷണം കഴിക്കൂല, മുലപ്പാൽ കുടിക്കൂല, ശരിക്കും ഉറങ്ങൂല, ഉറങ്ങിയാൽ തന്നെ പെട്ടെന്ന് ഞെട്ടി ഉണരും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടികളിൽ നിന്നുണ്ടാകും. ഇവിടെ സാന്ദർഭികമായി എനിക്കൊരു കാര്യം ഉണർത്താനുള്ളത്, നമ്മൾ ഈ കുട്ടികളുടെ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ, വാട്സപ്പിലും മറ്റും സ്റ്റാറ്റസുകളൊക്കെ ആയി വെക്കുന്നവരാണെങ്കിൽ അത് വെക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനും എൻ്റെ മകളുടെ ഫോട്ടോസും വീഡിയോസൊക്കെ സ്റ്റാറ്റസ് ആയിട്ടൊക്കെ വെക്കാറുണ്ടായിരുന്നു. എന്നാൽ ചില ഉസ്താദുമാരുടെ ഉപദേശങ്ങൾക്ക് ശേഷമാണ് ഞാനത് പിന്നെ വെക്കാതെയായത്. അതിലൂടെ നമ്മളെ കുട്ടികൾക്ക് കണ്ണേറ് ബാധിക്കുമെന്നാണ്. കണ്ണേറ് എന്ന് പറയുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് ഇട്ട് തരലല്ല, ആളുകൾ പറയുന്ന പറച്ചില്, അതാണ് കണ്ണേറായിട്ട് മാറുന്നത്. നമ്മൾ ചിലപ്പോ നല്ല കാര്യം ഉദ്ദേശിച്ചു കൊണ്ടായിരിക്കും പറയുന്നുണ്ടാവുക. ഏതെങ്കിലും ഒരു കുട്ടിയുടെ ഒരു പെർഫോമൻസ് കണ്ടിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ട് നമ്മൾ ആ കുട്ടീനെ പുകഴ്ത്താൻ വേണ്ടി പറയായിരിക്കും, എന്ത് നല്ല പാട്ടാണല്ലേ, അല്ലെങ്കിൽ എന്ത് ഭംഗിയാണ് ഈ കുട്ടീനെ കാണാനല്ലേ, എന്തെങ്കിലും നമ്മൾ പറയുകയാണെങ്കിൽ അത് ചിലപ്പോൾ ആ കുട്ടികൾക്ക് കണ്ണേറായിട്ട് ബാധിക്കും. നമ്മളൊരു കുട്ടിനെ കണ്ടിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ മാഷാ അള്ളാ എന്ന് ആദ്യം കൂട്ടിയിട്ട് വേണം ആ കുട്ടികളെ കുറിച്ച് പറയാൻ. ഇത് ചില ആളുകൾ അതിനും വേണ്ടി നടക്കുന്നവരുണ്ടാകും. ചെറിയ കുട്ടികളെ കാണാൻ വേണ്ടി വരും. എന്നിട്ടോ ഈ കുട്ടി കണ്ടില്ലേ, ഉപ്പാനെ പോലെ തന്നെയാണ്, ഉമ്മാനെ മുറിച്ചു വെച്ച പോലെയാണ്, കുട്ടിയുടെ കണ്ണ് കണ്ടില്ലേ, കുട്ടിയുടെ മൂക്ക് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടികളെ ഇങ്ങനെ പറയും. അതൊക്കെ കുട്ടികൾക്ക് കണ്ണേറായിട്ട് ബാധിക്കും. ചിലപ്പോൾ മാതാപിതാക്കളുടെ വാക്ക് പോലും കുട്ടികൾക്ക് കണ്ണേറായി ബാധിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ എന്ത് പറയുന്നുണ്ടെങ്കിലും മാഷാ അള്ളാ കൂട്ടിയിട്ടല്ലാതെ പറയാൻ പാടില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഈ കണ്ണേറ് ബാധിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അതിന് നമ്മൾ മന്ത്രിച്ചൂതും. ഒന്നിരിക്കലും മന്ത്രിച്ചൂതും, അല്ലെങ്കിൽ മന്ത്രിച്ചൂതിയ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ മന്ത്രിച്ചൂതിയ ചരട് കെട്ടും, ഇങ്ങനെയൊക്കെ ചെയ്യും അല്ലെ? എന്നാൽ ഇതിനൊക്കെ തെളിവുണ്ടോ? അവിടത്തേക്കാണ് ഞാൻ വന്നത്. തെളിവുണ്ട്. തെളിവില്ലാതെ നമ്മൾ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾ ഒരു കാര്യവും ചെയ്യൂല. കിതാബുകളിൽ ഉള്ളതാണ് ഇതിനൊക്കെയുള്ള തെളിവ്. ഇത് പറയുമ്പോൾ എനിക്ക് വിഷമത്തോടു കൂടി ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഞങ്ങളുടെ വല്യമ്മ, വാപ്പാന്റെ ഉമ്മ സയ്യിദത്ത് നഫീസ ബീവി ഇന്ന് നമ്മുടെ കൂടെയില്ല. അള്ളാഹു താല പരലോക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അവിടുത്തെ ഖബർ അള്ളാഹു താല പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ. സ്വർഗത്തിൽ നിന്നുള്ളൊരു തോപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞങ്ങളുടെ വല്യമ്മ വലിയ മന്ത്രിക്കുന്ന ആളായിരുന്നു. ആളുകൾക്ക് മന്ത്രിച്ചു കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വെള്ളം, ചരട് ഒക്കെ മന്ത്രിച്ചു കൊടുക്കുമായിരുന്നു. അതിന് അള്ളാഹു താല വലിയ ഫലവും നൽകിയിരുന്നു. ആളുകൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ രോഗങ്ങളും ഒക്കെ ശിഫയായിരുന്നു. അത് ഈ ഒരു സമയത്ത് ഞാൻ സങ്കടത്തോടെ ഓർക്കുകയാണ്. അപ്പോ എന്താണ് നമ്മൾ മന്ത്രിക്കേണ്ടത്? ഖുർആൻ ഓതി മന്ത്രിക്കലാണോ? അല്ല അതിനെന്തെങ്കിലും ഒരു മന്ത്രം പറഞ്ഞിട്ടുണ്ടോ? ഖുർആൻ എല്ലാത്തിനും മന്ത്രമാണ്. കാരണം ഫീഹി ഷിഫാ ഉല്ലിന്നാസ്, അത് ജനങ്ങൾക്കുള്ള ഒരു മരുന്നാണ് ഖുർആൻ എന്ന് പറയുന്നത്. ഖുർആൻ ഓതി മന്ത്രിച്ചാൽ എല്ലാത്തിനും ഷിഫയാണ്. എന്നാൽ ഈ കണ്ണേറിന് പ്രത്യേകം മന്ത്രിക്കാൻ വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മന്ത്രം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആരാണിത് പറഞ്ഞത്? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി സിറാജുദ്ദീൻ ഹുസൈനി റഹിമഹുല്ലാ, വലിയ മഹാനാണ്. മഹാനവറുകളുടെ അദ്ദുആ എന്ന് പറയുന്ന കിതാബിലാണ് ഈ വിഷയം വിശദീകരിക്കുന്നുള്ളത്. എന്താണ് ആ ദുആ? ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചു തരാം. ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യുഅ്ദീക വമിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യശ്ഫീക് ബിസ്മില്ലാഹി അർഖീക. ഇതാണ് ആ ദുആ. ഈ ദുആ എല്ലാവരും പഠിച്ചു വെക്കുക. നമ്മൾ ഇതുപോലെ കുട്ടികൾക്ക് വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ മന്ത്രിച്ചു കൊടുക്കുക. നമ്മൾ മന്ത്രിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ ആ ഒരു നിലയിൽ നിൽക്കുന്ന ആളുകളാവണം. നമ്മൾ നിസ്കാരം നിലനിർത്തിക്കൊണ്ട്
നമ്മുടെ വീട്ടിൽ ഖുർആൻ ഓതിക്കൊണ്ട്, അതായത് പിശാചിനെ നമ്മുടെ വീടുകളിലേക്ക് വരുത്താത്ത രൂപത്തിലുള്ള വീടുകളായിരിക്കണം നമ്മുടെ വീടുകൾ. അത്ര നല്ല അന്തരീക്ഷത്തിലുള്ള ആളുകൾ കുട്ടികൾക്ക് മന്ത്രിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കണ്ണേറും മുസീബത്തും ഒക്കെ മാറ്റിത്തരട്ടെ. സിഹറിലോ കണ്ണേറിലോ ഒരു ബുദ്ധിമുട്ടിലോ നമ്മെ ആരെയും അല്ലാഹു തആല പെടുത്താതിരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.